എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഹീറോ ആൻഡ് ടീം അവരാണെങ്കിൽ ആ ക്ലീനേഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് അത് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോഴും തലയിൽ തൊട്ടും തലോടിയും അവന്റെ മുടിയുടെ ഭംഗി അത് ആസ്വദിക്കും. മഞ്ഞത്തലേനാണെങ്കിൽ ഇപ്പൊ കാർ സ്റ്റോപ്പ് ചെയ്ത് ദൂരത്തായിട്ടുള്ള അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ മെയിൻ താവളം. നിന്നെ പോലെ എക്സ്ട്രാ പവറുള്ള ക്ലീനേഴ്സിന്റെ മെയിൻ കോട്ട അതിതാണ്. വായോ, നിനക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞ് അവൻ ആയിട്ട് അകത്തേക്ക് കടന്നു വരും. ആ ചോപ്പത്തി ആണെങ്കിൽ ഹീറോട് പറയും, അല്പസമയം കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്ന് നിന്റെ മുടിയുടെ സൗന്ദര്യം അത് ആസ്വദിക്കും. തലേനാണെങ്കിൽ ഒരു ചപ്പറത്തലച്ചി പെണ്ണിനെ കാണിച്ചു കൊടുക്കും. അവളാണെങ്കിൽ ചില അഡൽട്സ് ബുക്സ് ഒക്കെ വായിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. തലേൻ ഇപ്പൊ ഹീറോയെ അവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അവളാണെങ്കിൽ ഹീറോയുടെ പേര് വിളിച്ച് ഒരു ഫോർക്ക് ഉപയോഗിച്ച് അവനെ കുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഷോക്കാവും. കാരണം അവൾ കുത്തിയത് ഹീറോയെ അല്ല, മറിച്ച് ദേഹത്തുണ്ടായിരുന്ന രണ്ട് ഈച്ചകളെയാണ്. ആ മഞ്ഞത്തലേനാണെങ്കിൽ അവളുടെ പവർ എന്താണെന്ന് ഇപ്പൊ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കും. അവളുടെ ഗ്ലാസ് ആണ് അവളുടെ മെയിൻ പവർ. അതുപയോഗിച്ച് ഉള്ളവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ പവർ, എബിലിറ്റി അതെല്ലാം അവളെ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുമെന്ന് പറയും. അവനത് പറയുമ്പോഴേക്കും ചപ്രത്തലച്ചി പെണ്ണാണെങ്കിൽ അവളുടെ പവർ അത് അവേക്കൻ ചെയ്ത് ഇപ്പൊ ഹീറോയുടെ ബോഡിയിലെ പവർ അതെന്താണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവന്റെ ബോഡിയിലെ പവർ അത് വേറെ ലെവലാണ്. അവളെ കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അവളുടെ പവർ അത് അങ്ങനെ റിട്ടേൺ വരികയാണ്. അവൾ ഒരു സെക്കൻഡ് ഷോക്കാവും. അതിനുശേഷം വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ അവരോട് പറയും, അതെ അതെ ഞാൻ കണ്ടു. പവർ നമ്മൾ കരുതും പോലെയല്ല, ഒരല്പം കൂടിയ പവർ തന്നെയാണ്. തീർച്ചയായിട്ടും ഇവൻ നമുക്കൊരു ബെനിഫിറ്റ് തന്നെയായിരിക്കും. സത്യത്തിൽ നമ്മൾ ഇവന് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവന്റെ ബോഡിയിൽ തന്നെ ആ ഒരു പവർ ഡെവലപ്പ് ആവുന്നുണ്ട്. പക്ഷേ അവൻ എങ്ങനെ അത് ഉപയോഗിക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല ഇവന് പെൺകുട്ടികളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല. അവരുമായിട്ട് എങ്ങനെ ഫ്ലേർട്ട് ചെയ്യണമെന്നും ഇവൻ അറിയില്ല എന്ന് പറയും. അത് കേട്ട് മഞ്ഞത്തലേനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ഇവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ അരപ്പീരി കുറവാണെന്ന്. ഓക്കെ, കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ഇവന് പറഞ്ഞു കൊടുക്കാമെന്ന് പറയും. മഞ്ഞത്തലേനാണെങ്കിൽ ഇപ്പൊ ആ ചപ്പർത്തലച്ചയെ നോക്കും. അവൾ എന്തോ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന് അവന് മനസ്സിലാവും. അവനാണെങ്കിൽ ഹീറോയുമായിട്ട് ഒരു പ്രത്യേക റൂമിലേക്ക് വരികയാണ്. ഇതാണ് ക്ലീനേഴ്സിന്റെ റൂം. റെസ്പോൺസിബിലിറ്റി അവിടെ ക്ലീൻ ചെയ്യുക എന്നത് മാത്രമാണെന്ന് പറഞ്ഞ് അവൻ ഡോർ ഓപ്പൺ ചെയ്യും. അവിടെ ഒരുപാട് പേര് അവരെ തന്നെ ായിട്ട് നോക്കും. അടുത്ത നിമിഷം അവനെ ഡോർ ക്ലോസ് ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇവിടേക്ക് വരുന്നത്. ഇന്നൊരല്പം ജോലിഭാരം കൂടുതലാണ്. അതുകൊണ്ട് ഒത്തിരി പേര് അവിടേക്കുണ്ട്. ഈ സമയം നമ്മൾ അവിടേക്ക് പോയാൽ തീർച്ചയായിട്ടും അവരെല്ലാവരും നിന്നെ ടീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അല്പസമയം വെയിറ്റ് ചെയ്ത് നമുക്ക് അകത്തേക്ക് പോവാം. പക്ഷെ ഹീറോ ആണെങ്കിൽ അകത്തേക്ക് പോവാന്ന് പറഞ്ഞ് നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും. മഞ്ഞത്തലേനാണെങ്കിൽ അവന്റെ കൈ പിടിച്ച് പറയും, നമുക്കെപ്പോഴും ഷിൻസ് അത് വളരെ നീഡനായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എടുത്തു ചാടി ഒന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല. എന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മുടെ പവറിന്റെ സീക്രട്ട് അതെന്താണെന്ന് നീ ആരോടും ചോദിക്കാൻ പാടില്ല. സത്യത്തിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ബോസിന് മാത്രമാണ് അതിനെക്കുറിച്ച് അറിയാവുന്നത്. നീ ഒരു കാരണവശാലും അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിക്കാനും പാടില്ല. നിനക്കിനി ഞങ്ങളുടെ ബോസിന്റെ റൂം അത് കാണിച്ചു തരാന്ന് പറഞ്ഞ് അടുത്തൊരു ഡോർ ഓപ്പൺ ചെയ്യും. അവിടെയാണെങ്കിൽ ആരുമില്ല. ഓ സോറി, ഞാനത് മറന്നുപോയി. ഞങ്ങളുടെ ബോസ് അത്യാവശ്യമായി ഒന്ന് പുറത്തു പോയിരിക്കുകയാണ്. അദ്ദേഹം തിരികെ എത്താൻ ലേറ്റ് ആവുമെന്ന് പറയും. ഉടനെ ആ ചപ്പർത്തലച്ചിയും ചോപ്പത്തിയും അവർ രണ്ടുപേരും അവിടേക്ക് കടന്നു വരും. നീ ഇതുവരെ ഞങ്ങളുടെ ക്ലീനേഴ്സ് ടീമിലെ ഒരു മെമ്പർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും ചുറ്റി നടന്ന് കാണാം. നിനക്കിപ്പോൾ യാതൊരു നിബന്ധനകളും ഇല്ല. ബോസ് എത്തുന്നത് വരെ നിനക്ക് ഇവിടെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. നിന്റെ പവർ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അതുകൊണ്ട് ഫസ്റ്റ് ക്ലീനിങ് മിഷൻ അത് ഞാൻ നിനക്ക് തരാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് ദൂരത്തായിട്ട് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ ഇപ്പോൾ ഒരുപാട് മോൺസ്റ്റേഴ്സുകൾ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അവറ്റകളെ തല്ലിക്കൊല്ലുക എന്നതാണ് നിങ്ങളുടെ ഫസ്റ്റ് മിഷൻ. സോ നീ അത് കറക്റ്റായിട്ട് നിർവഹിക്കണം. അവളാണെങ്കിൽ ഹീറോയ്ക്ക് ഇപ്പോൾ ഒരു മാസ്ക് എടുത്ത് കൊടുക്കും. ഇവിടെയുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന മാസ്ക് ആണിത്. ഈ മാസ്ക് ഇല്ലാതെ നീ പുറത്തേക്ക് പോയാൽ നീ മരിച്ചു പോകും. കാരണം വളരെയധികം പൊല്യൂട്ടഡ് ആയിട്ടുള്ള വായുവാണ് ഇവിടെ മുഴുവൻ സ്പ്രെഡ് ആയിരിക്കുന്നത്. ഒരു 15 മിനിറ്റ് നീ കണ്ടിന്യൂസ് ആയിട്ട് അത് ശ്വസിച്ചാൽ തീർച്ചയായിട്ടും നീ മരണപ്പെടും. സോ പുറത്ത് പോകുമ്പോൾ നീ എപ്പോഴും ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് അവനത് കൊടുക്കും. ആണെങ്കിൽ രണ്ടാമോ ഒന്നും ചിന്തിക്കാതെ അത് സ്വീകരിച്ച് അവരെല്ലാവരും ആ ഒരു മിഷന് വേണ്ടി പുറത്തേക്ക് വരികയാണ്. ഹീറോ അവൻ ചുറ്റും നോക്കും. ഇതെനിക്ക് കിട്ടിയ ചാൻസ് ആണ്. ഇതിലൂടെ തീർച്ചയായിട്ടും ഞാൻ ബാക്ക് ടു നോർമലായി എൻ്റെ പഴയ ലൈഫിലേക്ക് തിരികെ എത്തും. എൻ്റെ റിവഞ്ച് അത് ഞാൻ വീട്ടും. ആ ചോപ്പത്തി ആണെങ്കിൽ അവരുടെ ഒരു ടീംമേറ്റിനെ ഇപ്പൊ ഹീറോയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അവൻ ഹീറോയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കും. അതിനുശേഷം വളരെ പവർഫുള്ളായി അവന്റെ കൈ ഞെരിക്കുകയാണ്. ഹീറോ അവനാണെങ്കിൽ കൈ പുറകിലേക്ക് വലിച്ച്, ഓ നോ, ഇവരെല്ലാവരും സൈക്കോ ആണ്. ഇവരുടെ ഇടയിൽ ഞാൻ എങ്ങനെ നിൽക്കും ചിന്തിച്ച് അവൻ ടെൻഷനാവും. ഹീറോ ആണെങ്കിൽ ചുറ്റും നോക്കും. എല്ലാവരും ടൂർ വൈബില് അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഓ നോ, ഇവർ സത്യത്തിൽ ആ ബീസ്റ്റുകളെ പിടിക്കാൻ നിൽക്കുകയാണോ അതോ ലെഷർ പാർട്ടിക്ക് പോവാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ടെൻഷൻ അത് കൂടി വരികയാണ്. അടുത്ത നിമിഷം അവന്റെ ടെൻഷൻ അത് 10 മടങ്ങാക്കി ഒരുപാട് ബീസ്റ്റുകൾ കൂട്ടമായിട്ട് അവിടേക്ക് വന്ന് ആ ഫെൻസസിൽ ഞെട്ടിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് കണ്ട് അവന്റെ പേടി 10 മടങ്ങാവും. അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരും. ചോപ്പത്തിയോട് പറയും, നീ ഇത് കാണുന്നില്ലേ, ഒരുപാട് ബീസ്റ്റുകൾ ആ ഫെൻസിൽ ഞെട്ടിക്കുകയാണ്. ഇങ്ങനെ സംഭവിച്ച തീർച്ചയായിട്ടും ആ ഫെൻസ് തകരും. അവറ്റകൾ നമ്മളെ ഉറപ്പായിട്ടും അറ്റാക്ക് ചെയ്യും. അതിന് അവള് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല,
അവറ്റകളെ കൊല്ലാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവറ്റകൾ വീക്കായിട്ടുള്ള ബീസ്റ്റുകളാണ്. ഇത്രയും വലിയൊരു പവർ വെച്ച് നിനക്കിങ്ങനെ പേടിക്കാനായിട്ട് അല്പം പോലും നാണമില്ലെന്ന് ചോദിക്കും. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോഴും സമാധാനമില്ല. അവൻ ആ ബീസ്റ്റുകളെ തന്നെ സൂക്ഷിച്ചു നോക്കും. അപ്പം അവൻ കാണും ദൂരത്തായിട്ട് വലിയ വലിയ ബീസ്റ്റുകൾ, അവറ്റകൾ അവിടേക്ക് വരികയാണ്. ഹീറോ ആ കാര്യവും അവൾക്ക് ചൂണ്ടിക്കാണിക്കും. അവൾക്കാണെങ്കിൽ അപ്പോഴും യാതൊരു കൂസലുമില്ല. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിനക്ക് തീർച്ചയായിട്ടും നിന്റെ ടീംമേറ്റായ എന്നെ വിശ്വസിക്കാം. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. ഞാൻ ഇതുവരെ ഒഫീഷ്യലായിട്ട് നിന്റെ ടീമിൽ ചേർന്നിട്ടില്ല, പിന്നെങ്ങനെ ഞാൻ നിന്റെ ടീംമേറ്റ് ആവും? അവൾ ക്യാഷ്വലായിട്ട് പറയും, ഓൾറെഡി നീ ടീമിലായി കഴിഞ്ഞു, അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് മിഷൻ നിനക്ക് തന്നത്. ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിനക്കൊരു പാർട്ടി തരും. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ചത്താ മതിയുണ്ടാവും. ഓ നോ, ഈ സിറ്റുവേഷൻ കാണുന്നില്ലേ? ഇത്രയും വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ നിന്നെക്കൊണ്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു? എനിക്ക് മരണഭയമാണ് അവറ്റകളെ കാണുമ്പോൾ തോന്നുന്നത്. അവളാണെങ്കിൽ അത് കേട്ട് ചിരിച്ച് അവറ്റകളെ നേരിടാൻ തയ്യാറായി നിൽക്കും. ആണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരികയാണ്. അടുത്ത നിമിഷം തന്നെ അവറ്റകൾ ആ മതിൽ പൊളിച്ച് പുറത്തേക്ക് വരും. അങ്ങനെ വന്നാൽ വളരെ ഡേഞ്ചർ ആണെന്ന് ചിന്തിക്കുന്ന അതേ സമയം അവറ്റകളെല്ലാം തന്നെ ആ ഒരു വലിയ മതിൽ അത് ഇടിച്ച് തകർത്ത് പുറത്തേക്ക് അങ്ങനെ ചാടി വരികയാണ്. ഹീറോ ആണെങ്കിൽ അത് കണ്ട് സ്തംഭിച്ച് നിൽക്കും. ആ പെണ്ണാണെങ്കിൽ ഹീറോയെ ആശ്വസിപ്പിക്കും. ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല, ഇവറ്റകളൊക്കെ ചെറുതാണ്, നമുക്ക് ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റും. എൻ്റെ ഈ വെപ്പന്റെ പവർ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ ചെറിയൊരു വെപ്പൻ മുകളിലേക്ക് എറിയും. അടുത്ത നിമിഷം പവർ കൊണ്ട് അതിപ്പോൾ ഒരു വലിയ വെപ്പനായി മാറും. അവളാണെങ്കിൽ ആ ഒരു വെപ്പൻ ക്യാച്ച് ചെയ്ത് ഇപ്പോൾ അതിനെ ആഞ്ഞടിച്ച് തകർത്ത് കളയാണ്. അവൾ വിളിച്ചു പറയും, നീ ഇതുപോലെ തന്നെ നിന്റെ തൊട്ടു പുറകിലുള്ള ആ ബീസ്റ്റിനെ ഇല്ലാതാക്കണമെന്ന് പറയും. ഹീറോ ആണെങ്കിൽ അത് കേട്ട് പേടിച്ച് പതിയെ തിരിഞ്ഞു നോക്കും. അവന്റെ തൊട്ടു പുറകിൽ വലിയൊരു ബീസ്റ്റ് ആണെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് കാര്യമായിട്ട് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയുടെ ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ഹെൽപ്പ് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്യാണ്. ഹീറോയ്ക്ക് മാത്രം എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവൻ അങ്ങനെ പകച്ചു നിൽക്കും. അപ്പോ ബീസ്റ്റ് ആണെങ്കിൽ അവന്റെ ഒരു ടീംമേറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കുകയാണ്. ഹീറോ അല്പനേരം അതിനെ തന്നെ നോക്കും. അതിനുശേഷം അവനൊരു ഉറച്ച തീരുമാനം എടുക്കും. ഞാൻ ഈ ടീമിന്റെ ഒരു മെമ്പറാണ്, എൻ്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കണം, എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ ആ ബീസ്റ്റ് അവന്റെ ക്ലോസ് എത്തുന്നതിന് മുൻപ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വെപ്പൻ അതുപയോഗിച്ച് ആ ബീസ്റ്റിനെ തടയുകയാണ്. അപ്പോൾ ടെററായിട്ട് ആ വെപ്പനിലേക്ക് നോക്കും. അടുത്ത നിമിഷം അതിന്റെ പവർ അത് വേറെ ലെവലിൽ പുറത്തേക്ക് വരികയാണ്. ആ പവർ മുഴുവനായിട്ടും അതിനെ കൊണ്ട് ചെയ്ത് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ഓ നോ, എന്റെ ബോഡിയിൽ ഇത്രയും പവർ ഉണ്ടായിരുന്നു. ഹീറോയെ സഹായിക്കാനായിട്ട് ആ ചോപ്പത്തി അവൾ ചാടി വന്ന് അതിനെ ആഞ്ഞു വെട്ടും. അതാണെങ്കിൽ ദൂരത്തേക്ക് തെറിച്ചു പോയി വീണ്ടും ബാക്ക് ടു നോർമൽ ആവുകയാണ്. ഹീറോ അത്ഭുതത്തോടു കൂടെ തന്നെ നോക്കും. ചോപ്പത്തി പറയും, അതിനെ ഞാൻ തീർച്ചയായിട്ടും തകർക്കും, അതിനെ ഇല്ലാതാക്കിയേ പറ്റുമെന്ന് പറഞ്ഞ് അവളുടെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യും. അവൾ അതിന്റെ ടെന്റിക്കിൾസ് പോലുള്ള മുടി അതങ്ങനെ വെട്ടിയെറിയാണ്. അപ്പോഴായിരിക്കും അതിന്റെ ഉള്ളിൽ ഒരു പ്രത്യേകത ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് അവൾ ശ്രദ്ധിക്കുക. പക്ഷെ അടുത്ത നിമിഷം അത് വീണ്ടും ബാക്ക് ടു നോർമലായി അവളെ തട്ടിത്തെറിപ്പിച്ച് ഹീറോയ്ക്ക് നേരെ ഓടിയെത്തുകയാണ്. അവളാണെങ്കിൽ ഉച്ചത്തിൽ പറയും അവനോട് മാറാനായിട്ട്. പക്ഷെ ഹീറോ ആണെങ്കിൽ അവന്റെ പവർ എടുത്ത് അതിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. പക്ഷെ ഹീറോ കരുതിയതുപോലെ അതിനെ തകർക്കാനായിട്ട് അവനെ കൊണ്ട് കഴിയില്ല. അതിന്റെ അറ്റാക്കിൽ ഹീറോ ആണെങ്കിൽ താഴേക്ക് വീഴും. ഓ നോ, വലിയ ഫെയിലിയർ തന്നെയാണ്. അവിടെയും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഇവിടെയും എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ വീണ്ടും തോൽക്കുകയാണെന്ന് പറഞ്ഞ് അവൻ താഴേക്ക് വീഴാൻ തുടങ്ങും. അതുകൊണ്ട് അവന്റെ ടീംമേറ്റ് ആണെങ്കിൽ ഹീറോയെ പിടിച്ചു വലിച്ച് തോളത്തിട്ട് ഉഷാറായിട്ട് ഓടും. അവരുടെ പിന്നാലെ തന്നെ ആ ബീസ്റ്റ് ഓടി വരും. അത് കണ്ട ചോപ്പത്തി അവളുടെ ആയുധം ഉപയോഗിച്ച് അതിനെ മുഴുവനായിട്ടും വെട്ടിയെടുത്ത് അതിന് പവർ സോഴ്സ് നൽകുന്ന ഒരു പ്രത്യേകതരം ഡിവൈസ് അത് വലിച്ചൂരി എടുക്കുകയാണ്. അതിനുശേഷം അവളുടെ ടീംമേറ്റ്സിനെ എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കും. ഇതിന്റെ പവറിലാണ് അത് വീണ്ടും വന്നുകൊണ്ടേയിരുന്നത്. കട്ട് ചെയ്താ ഇപ്പൊ വേറൊരാളെ കാണിക്കും. ആളാണെങ്കിൽ ഞെട്ടി എഴുന്നേറ്റ് അവന്റെ മുൻപിലേക്ക് നോക്കുകയാണ്. അപ്പൊ ഏതോ ഒരു ഹുഡ് ഇട്ട ആള് അവനെ തന്നെ ടെററായി നോക്കുന്നതോട് കൂടെ എപ്പിസോഡും അവസാനിക്കുന്നു.